ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ +2 അക്കൗണ്ടൻസിയിൽ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള 3 മാർക്കിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചോദ്യങ്ങളിലേക്കും അവയുടെ ഉത്തരങ്ങളിലേക്കും കടക്കാം. ഇനി വരാൻ പോകുന്നത് മോഡൽ എക്സാമാണ്, അതിനുശേഷം ആനുവൽ എക്സാമും. എല്ലാം നമുക്ക് തകർത്ത് എഴുതണം. നന്നായിട്ട് എഴുതാനും നന്നായിട്ട് പഠിക്കാനും A+ എത്താനും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് തീർച്ചയായും A+ ലെവലിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കും. റെഡിയല്ലേ? അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 3 മാർക്കിന് നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതിൽ നമുക്ക് ഇൻഫർമേറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? റഫീഖ്, റോയ് ആൻഡ് രാഹുൽ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2:1. എന്താണ്? റഫീഖും റോയും രാഹുലും ഒരു ഫേമിലെ പാർട്ട്നേഴ്സാണ്. അവരെ ലാഭം വീതം വയ്ക്കുന്ന റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? 3:2:1. റെഡി അല്ലേ? യെസ്. Their capital balance as on 1st April 2022 were 75,000, 85,000, 80,000. ഓക്കെ, അവരുടെ ക്യാപിറ്റൽ ബാലൻസും തന്നിട്ടുണ്ട്. 1st April 2022 ബാലൻസാണ് തന്നത്. എത്രയാണ് തന്നത്? റഫീഖിന് 75,000, രാഹുലിന് 85,000 ആൻഡ് റോയ്ക്കാണ് 85,000 ആൻഡ് രാഹുലിന് 80,000. ഇതാണ് അവരുടെ ക്യാപിറ്റൽ ബാലൻസ് എന്ന് പറയുന്നത്. പിന്നെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ സ്പെഷ്യലായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടി പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത് 6% ആണ്. 6% എന്ത് കൊടുക്കുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇവരുടെ ഈ ക്യാപിറ്റൽ ഉണ്ടല്ലോ, ഈ ക്യാപിറ്റലിന് മുകളിൽ 6% എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൊടുക്കണം. ദെൻ റോയ് ഈസ് എൻറ്റൈറ്റിൽ ടു മന്ത്ലി സാലറി ഓഫ് 1,000. റോയ്ക്ക് മാസം 1,000 രൂപ വെച്ച് സാലറി കൊടുക്കണം. മാസമാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം? അതിനെ 12 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. ദെൻ മൂന്നാമത്തെ ഒരു കാര്യം പറയുന്നത്, ഡ്രോയിങ്സ് ഡ്യൂറിങ് ദ ഇയർ വയർ റഫീഖ് 10,000, റോയ് 6,000, രാഹുൽ 4,000. അവർ ഈ ഒരു വർഷം ഡ്രോയിങ്സ് ഈ ഒരു ഫേമിൽ നിന്ന് എമൗണ്ട് പിൻവലിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റ് തന്നിട്ടുണ്ട്. റഫീഖ് എത്രയാണ്? 10,000 രൂപയും റോയ് 6,000 രൂപയും രാഹുൽ 4,000 രൂപയാണ് പിൻവലിച്ചിട്ടുള്ളത്. ഓക്കെ. ദെൻ ഇൻട്രസ്റ്റ് ചാർജ്ഡ് ഓൺ ഡ്രോയിങ്സ് വെയർ റഫീഖ് 500, റോയ് 300 ആൻഡ് രാഹുൽ 200. ഇവരിങ്ങനെ പിൻവലിച്ചിട്ടുള്ള തുകയ്ക്ക് ഫേം ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തിട്ടുണ്ട്. അതിൽ റഫീഖ് 500 രൂപ, റോയ് 300, രാഹുൽ 200. ഈ രീതിയിലാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇത്രയും ഡീറ്റെയിൽസ് തന്നിട്ട് പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, പ്രോഫിറ്റ് മെയ്ഡ് ബൈ ദ ഫേം. ആ ഫേം ആ ഒരു വർഷം ഏൺ ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് 55,400 റുപ്പീസാണ്. 55,400 രൂപയാണ് അവരുടെ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇത്രയും ഡീറ്റെയിൽസ് തന്നിട്ട് നമ്മളോട് പറയാണ്, പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയും ഇമ്പോർട്ടൻ്റ് ആണ്. മോഡലാണെങ്കിലും ആനുവൽ ആണെങ്കിലും ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ മക്കളെ, ഇതുവരെയും നിങ്ങൾക്കിത് ചെയ്യാൻ അറിയില്ലെങ്കിൽ പഠിച്ചു വെച്ചോളൂ. അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ ഈ ഇൻഫർമേഷനൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടതെന്ന്. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഉത്തരത്തിലേക്ക് വരേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എന്തെഴുതണം? പ്രോഫിറ്റ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു എമൗണ്ട് നമ്മൾ എടുത്ത് എഴുതണം, 55,400. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നന്നായിട്ട് പഠിക്കണം. പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്, പിന്നെ മുകളിൽ നിങ്ങൾ അതിൻ്റെ ഹെഡിങ്ങും എഴുതിയിരിക്കണം. എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് കൊടുത്തിരിക്കണം. ഇതിന് നമുക്ക് കിട്ടുന്നത് 3 മാർക്കാണ് കേട്ടോ. അപ്പോൾ 3 മാർക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ക്ലിയർ അല്ലേ? പിന്നെ എന്തൊക്കെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട് അല്ലേ? അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കാം? 6% വെച്ച് അവരുടെ ക്യാപിറ്റലിൻ്റെ മുകളിൽ കാണാം. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഓരോരുത്തരുടെയും ക്യാപിറ്റൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ 75,000 ഇൻറ്റു 6/100 ചെയ്താൽ റഫീഖിൻ്റെത് കാണാൻ പറ്റും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. പിന്നെ 85,000 ഇൻറ്റു 6/100 ചെയ്താൽ റോയിൻ്റെത് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് കാണേണ്ട മറ്റൊരാളാണ് ആര്? ഈ പറഞ്ഞിട്ടുള്ള രാഹുൽ. അപ്പോൾ രാഹുലിൻ്റെതും നമുക്ക് കാണണം.
രാഹുലിൻ്റെത് എങ്ങനെയാണ് കാണാം? രാഹുലിൻ്റെത് 80,000 ഇൻറ്റു 6/100. അപ്പോഴാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മുഴുവനായിട്ട് റഫീഖിൻ്റെയും റോയുടെയും രാഹുലിൻ്റെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റുക. അപ്പം നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നത് ഈ എമൗണ്ട് ആണ് നോക്കുക കേട്ടോ. 4,500, 5,100, 4,800. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് നമ്മൾ ഈ 3 എമൗണ്ടും കൂടി കൂട്ടണം. എന്നിട്ട് ഔട്ടർ കോളത്തിലേക്ക് എഴുതാം. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ഏരിയ ക്ലിയർ ആയി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. പിന്നെ പറയുന്നുണ്ട് റോയ്ക്ക് സാലറി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ റോയ്ക്ക് സാലറി ഇങ്ങനെ 1000 രൂപ വെച്ചിട്ടാണ് മാസം. അപ്പോൾ 1000 രൂപ വെച്ചിട്ട് മാസം എന്ന് പറയുമ്പോൾ 1000 ഇൻറ്റു 12 അത് ചെയ്യണം. അപ്പോൾ 1000 ഇൻറ്റു 12 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 12,000. ആ എമൗണ്ട് എടുത്തെഴുതാം. അപ്പോൾ 1000 മാത്രം എഴുതി വെക്കരുത്. പലരും ചെയ്യുന്ന മിസ്റ്റേക്കാണ്. മന്ത്ലി എന്ന് പറയുമ്പോൾ ആ ഒരു 1000 റുപ്പീസിന് നിങ്ങൾ എന്ത് ചെയ്യണം? 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഓക്കെ, പലരും തെറ്റിക്കുന്നതാണ്. നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് മാർക്ക് പോകുന്ന ഏരിയാസാണ്. അപ്പം അങ്ങനെ ചെയ്യരുത്. ക്ലിയർ അല്ലേ മക്കളെ? പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ട്. അത് പിന്നെ പ്രത്യേകിച്ച് കാൽക്കുലേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ബൈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് എഴുതുക. എന്നിട്ട് 3 പേരുടെയും അതാത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സുകൾ അവിടെ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം? അത് ഔട്ടർ കോളത്തിലേക്ക് അതിൻ്റെ സം എടുത്തിട്ട് എഴുതുക. ക്ലിയർ അല്ലേ? എന്നിട്ട് ഈ ഒരു ഭാഗം എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 30,000 കിട്ടും. ആ 30,000 എന്ത് ചെയ്യണം? അവരുടെ റേഷ്യോയിൽ, അവർക്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ റേഷ്യോ തന്നിട്ടുണ്ട്, ആ റേഷ്യോയിൽ വീതം വയ്ക്കുക. അപ്പോൾ ഈ ഒരു എമൗണ്ട് കിട്ടും. ഈ രീതിയിലാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. നന്നായിട്ട് പഠിച്ചോളാം, ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി അല്ലേ? ഓക്കെ. പിന്നെ നമ്മളോട് 3 മാർക്കിന് നെക്സ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ള ഏരിയ ആണ്. നന്നായിട്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഇനിയും പഠിക്കാത്തവരുണ്ടെങ്കിൽ പഠിച്ചോളാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. എന്താണ് ചോദ്യം? സനു, എ പാർട്ട്ണർ ഇൻ എ ഫേം, വിഡ്രോ ദ ഫോളോയിങ് എമൗണ്ട്സ് ഫ്രം ദ ഫേം ഫോർ ഹിസ് പേഴ്സണൽ യൂസ് ഡ്യൂറിങ് ദ ഇയർ 2022-23. ഇപ്പോൾ സനു ഒരു ഫേമിലെ പാർട്ട്ണറാണ്. ഫേമിൽ നിന്നും പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് കുറച്ച് പണം വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഫോളോയിങ് എമൗണ്ട്സ് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം 2022 ജൂൺ 1 10,000, 2022 ഒക്ടോബർ 1 12,000, 2023 ജനുവരി 1 14,000. അപ്പോൾ ഡിഫറെൻറ്റ് പീരീഡാണ്, ഡിഫറെൻറ്റ് എമൗണ്ട് ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് അറിയണം അല്ലേ? 12% വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. പ്രൊഡക്റ്റ് മെത്തേഡ് പഠിച്ചൊരു കുട്ടിക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു കാര്യമേ ഉള്ളൂ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് പീരീഡും ഡിഫറെൻറ്റ് എമൗണ്ടും ആകുമ്പോഴാണ് നമ്മൾ പ്രൊഡക്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കുക. സോ അതിന് വേണ്ടിയിട്ട് ഈ രീതിയിലൊരു ഫോർമാറ്റ് വരയ്ക്കുക. ഡേറ്റ്, എമൗണ്ട്, നമ്പർ ഓഫ് മന്ത്സ് ടു ക്ലോസിങ് ഡേറ്റ്, പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് 4 കോളം ഹെഡ്സ് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ടേബിൾ വരയ്ക്കുക. എന്നാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡേറ്റ് അതുപോലെ എഴുതാം. 2022 ജൂൺ 1, 2022 ഒക്ടോബർ 1, 2023 ജാൻ 1. എന്നിട്ട് ആ സമയങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു തീയതിയിൽ പിൻവലിച്ചിട്ടുള്ള എമൗണ്ടും കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുക. എന്നിട്ട് അത് പിൻവലിച്ചതിന് ശേഷം ഈ ഒരു അക്കൗണ്ടിങ് പീരീഡ് കഴിയാറാവാനുള്ള ഒരു ടൈം ഉണ്ടല്ലോ, അതായത് 31 മാർച്ചിനാണ് അവസാനിക്കുക. അപ്പോൾ ജൂൺ 1 മുതൽ 31 മാർച്ചിലോട്ട് നോക്കുക. അപ്പോൾ എങ്ങനെ വരും? ജൂൺ 1 മുതൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. അങ്ങനെ 10 മാസമുണ്ട് ഈ ഒരു പീരീഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പീരീഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? അതിവിടെ എഴുതാം. ആദ്യത്തത് 10, അതായത് സിമ്പിളാണ്, ഒന്നുമില്ല. ജൂൺ 1 മുതൽ 31 മാർച്ച് വരെ എത്ര മാസം ഉണ്ട് എന്നാണ് നോക്കുന്നത്. അത് 10 മാസം. അടുത്തത് നോക്കുക, ഒക്ടോബർ 1 മുതൽ 31 മാർച്ചിലോട്ട് എത്രയുണ്ട്? ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, 6 മാസം. അപ്പോൾ എന്താണ്? അവിടെ 6 എന്ന് എടുത്തെഴുതാം. അടുത്തത് ജനുവരി 1 മുതൽ 2023 ജനുവരി 1 മുതൽ 31 മാർച്ചിലേക്ക് എത്രയുണ്ട്? 2023 നോക്കിയാൽ 3 മാസം അല്ലേ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അങ്ങനെ 3 മാസം. അപ്പോൾ അതെടുത്ത് എഴുതുന്നു, ആ കോളം ഫില്ല് ചെയ്യും. എന്നിട്ട് ഈ എമൗണ്ടും ഈ കാണുന്ന മന്ത് ഉണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ 10, ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ 10,000 ഇൻറ്റു 10 ദാറ്റ് ഈസ് 1 lakh, 12,000 ഇൻറ്റു 6 72,000, 14,000 ഇൻറ്റു 3 42,000. ഈ രീതിയിൽ ആ കോളം ഫില്ല് ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് പ്രൊഡക്റ്റ് കോളം. ഓക്കെ,
എന്നിട്ട് ഈ 3 എമൗണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 2,14,000 കിട്ടുന്നു. ഈ എമൗണ്ട് ഉണ്ടല്ലോ 2,14,000, ഇതിനെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന പെർസെൻറ്റേജ്, ഇവിടെ 12% ആണ് തന്നത്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് 2,40,000 നിങ്ങൾക്ക് കാണുന്നുണ്ടോ, 2,40,000 ഇൻറ്റു 12% ഇൻറ്റു 1/12. ഒരു മാസത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കണക്കാക്കുക. ഡിഫറെൻറ്റ് എമൗണ്ടും ഡിഫറെൻറ്റ് പീരീഡും ആണെങ്കിൽ 1 മന്തിലേക്കായിട്ടാണ് കണക്കാക്കുക. അതാണ് 1/12 എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാം. ഇവിടെ കാണുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2,140. ക്ലിയർ അല്ല മക്കളെ? അപ്പോൾ ഈ രീതിയിലാണ് പ്രൊഡക്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ പ്രൊഡക്റ്റ് മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. ആ രീതിയിൽ കോളംസ് പ്രിപ്പയർ ചെയ്യുക, അതിലേക്കുള്ള എമൗണ്ടുകളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഇക്വേഷനും പ്രോപ്പറായിട്ട് എഴുതിയിട്ട് അത് ചെയ്യുക. റെഡി അല്ലേ? ഇപ്പോൾ ഇതായിരുന്നു നമ്മുടെ 3 മാർക്കിൻ്റെ രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത എക്സാമൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ എഴുതണം. റെഡി? അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് നമുക്ക് ജേർണൽ എൻട്രീസ് എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കുറച്ച് ജേർണൽ എൻട്രീസ് ആണ് എഴുതേണ്ടത്. അപ്പോൾ അതിനുള്ള എന്തൊക്കെ ഇൻഫർമേഷനാണ് നമുക്ക് തന്നത് നോക്കാം. എന്തൊക്കെയാണ്? സീമ ആൻഡ് മീന ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 5:3. സീനയും മീനയും ഒരു ഫേമിൽ 2 പാർട്ട്നേഴ്സാണ്. അവർ ലാഭം അല്ലെങ്കിൽ നഷ്ടം വീതം വയ്ക്കുന്നത് 5:3 എന്ന റേഷ്യോയിലാണ്. റെഡി? ദേ ഡിസൈഡഡ് ടു അഡ്മിറ്റ് നീന ഇൻ ടു ദ ഫേം വിത്ത് 1/5 ഷെയർ ഇൻ ദ പ്രോഫിറ്റ്. അവർ നീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ തീരുമാനിച്ചു. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. അപ്പോൾ വരുന്ന ആളുടെ ഷെയർ 1/5 ആണ്. അതും തന്നു. ഷീ ഹാസ് ടു ബ്രിങ് 40,000 ആസ് ക്യാപിറ്റൽ ആൻഡ് 80,000 ഹർ ഷെയർ ഓഫ് ഗുഡ് വിൽ. ഈ പുതുതായിട്ട് വരുന്ന നീന എന്ന പാർട്ട്ണർ വരുമ്പോൾ 40,000 രൂപ ക്യാപിറ്റലായും 8,000 രൂപ ഷെയർ ഓഫ് ഗുഡ് വില്ലായിട്ടും കൊണ്ടുവരണം. ഓക്കെ. ആൻഡ് ദ എമൗണ്ട് ഓഫ് ഗുഡ് വിൽ ഈസ് ഫുള്ളി വിഡ്രോൺ ബൈ ദ പാർട്ട്ണർ. ഈ പുതുതായിട്ട് വരുന്ന നീന കൊണ്ടുവരുന്ന ഷെയർ ഓഫ് ഗുഡ് വില്ല് കംപ്ലീറ്റ് ആയിട്ട് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള സീനയും മീനയും എന്ത് ചെയ്യുന്നുണ്ട്? വിഡ്രോ ചെയ്യുന്നുണ്ട് അവരുടെ പാർട്ട്. ഓക്കെ. ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മളോട് ജേർണൽ എൻട്രീസ് എഴുതാനാണ് പറഞ്ഞത്. വളരെ സിമ്പിളാണ്. നമുക്ക് ആദ്യം തന്നെ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന ആ ഒരു ജേർണൽ എൻട്രിയാണ് എഴുതേണ്ടത്. ഓക്കെ. അപ്പോൾ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോഴുള്ള ജേർണൽ എൻട്രി എന്ന് പറയുമ്പോൾ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു നീനാസ് ക്യാപിറ്റൽ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു നീനാസ് ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും 40,000 രൂപയാണ് ആര് കൊണ്ടുവരുന്നത്? പുതുതായിട്ട് വരുന്ന ആൾ ക്യാപിറ്റലായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ 40,000 രൂപയാണ് നമ്മൾ എമൗണ്ട് ആയിട്ട് എഴുതേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? നിങ്ങൾക്ക് ജേർണൽ വരയ്ക്കാനുള്ള ഫോർമാറ്റൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് കോളം, ക്രെഡിറ്റ് കോളം, ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ അല്ലെങ്കിൽ +1 ലെവലിൽ, അതാണ് നിങ്ങളുടെ ആസ് എ കൊമേഴ്സ് സ്റ്റുഡൻറ്റ് നമ്മളുടെ ചെറിയ ക്ലാസ് +1 ആണല്ലോ. അപ്പോൾ +1 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ജേർണൽ എൻട്രി, അതിൻ്റെ ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോഴുള്ള എൻട്രി പഠിച്ചു വെച്ചോളൂ. ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു നീനാസ് ക്യാപിറ്റലാണ്. എമൗണ്ട് വരുന്നത് 40,000 ആണ്. റെഡി അല്ലേ? യെസ്. അടുത്തത് എന്താണ്? ഗുഡ് വില്ല് കൊണ്ടുവരുന്നത് എഴുതണം അല്ലേ? ഗുഡ് വില്ല് കൊണ്ടുവന്നിട്ട് എന്താ പറയുക, നമ്മുടെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള സീനയുടെയും മീനയുടെയും ക്യാപിറ്റലിലേക്ക് അത് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് എഴുതണം. അതെങ്ങനെ വരും? ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു സീനാസ് ക്യാപിറ്റൽ ടു മീനാസ് ക്യാപിറ്റൽ. എത്രയാണ് എമൗണ്ട് വരുന്നത്? എമൗണ്ട് വരുന്നത് 8,000 ആണ്. അത് അവരുടെ റേഷ്യോയിൽ, അവരുടെ ഓൾഡ് റേഷ്യോ എത്രയായിരുന്നു മക്കളെ? അവരുടെ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 5:3 ആണ്. അപ്പോൾ ഈ 5:3 എന്ന് പറഞ്ഞിട്ടുള്ള റേഷ്യോയിലാണ് നമ്മളത് എന്ത് ചെയ്യുന്നത്? വീതം വയ്ക്കുന്നത്. ബിക്കോസ് ഈ ഓൾഡ് റേഷ്യോനെ തന്നെയാണ് ഇവരുടെ സാക്രിഫൈസിങ് റേഷ്യോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 8,000-നെ 5:3, 8,000 ഇൻറ്റു 5/8, അതുപോലെ തന്നെ 8,000 ഇൻറ്റു 3/8 എന്നുള്ള രീതിയിൽ വീതം വയ്ക്കുമ്പോൾ സീനയുടെ ക്യാപിറ്റലിലേക്ക് 5,000-ഉം അതേപോലെ മീനയുടെ ക്യാപിറ്റലിലേക്ക് 3,000-ഉം ആണ് കൊടുക്കുക. സോ ഗുഡ് വിൽ ബ്രോട്ട് ഇൻ ആൻഡ് ക്രെഡിറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ദെയർ സാക്രിഫൈസിങ് റേഷ്യോ. ഇവിടെ ഓൾഡ് റേഷ്യോ തന്നെയാണ് സാക്രിഫൈസിങ് റേഷ്യോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? പിന്നെ പറയുന്നുണ്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്? അത് കൊണ്ടുവന്ന പാട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? വിഡ്രോ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് ജേർണൽ എൻട്രി? സീനാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, മീനാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്.
അപ്പം എങ്ങനെ വരും എമൗണ്ട്? സീനാസ് ക്യാപിറ്റൽ അക്കൗണ്ട് 5,000, മീനാസ് ക്യാപിറ്റൽ അക്കൗണ്ട് 3,000, ടു ക്യാഷ് ഓർ ബാങ്ക് 8,000. എന്താ നറേഷൻ? ഗുഡ് വിൽ വിത്ഡ്രോൺ ബൈ ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ദെയർ ഓൾഡ് റേഷ്യോ, അല്ലെങ്കിൽ ദെയർ സാക്രിഫൈസിങ് റേഷ്യോ. സാക്രിഫൈസിങ് റേഷ്യോ ഇവിടെ 5:3 തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇങ്ങനെ 3 ജേണൽ എൻട്രീസ് ആണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ എഴുതാനുള്ളത്. ഒന്നാമത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് നീന കൊണ്ടുവരുന്ന ക്യാപിറ്റലിൻ്റെ ജേണൽ എൻട്രി. 2, നീന കൊണ്ടുവരുന്ന ഷെയർ ഓഫ് ഗുഡ് വില്ല് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിലേക്ക് കൊടുക്കുന്നത്, അവരത് വിഡ്രോ ചെയ്യുന്നത്. ഇങ്ങനെ 3 ജേണൽ എൻട്രീസ് എഴുതി കഴിയുമ്പോൾ നമുക്കതിൻ്റെ 3 മാർക്കും സിമ്പിളായിട്ട് കിട്ടും. റെഡിയല്ലേ മക്കളെ? ഇനി നമുക്ക് 3 മാർക്കിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Arya and Surya are partners in a firm sharing profit in the ratio 4:3. ആര്യയും സൂര്യയും ഒരു ഫേമിലെ പാർട്ട്നേഴ്സാണ്. അവർ ലാഭവും നഷ്ടമൊക്കെ വീതം വയ്ക്കുന്നത് 4:3 എന്ന് പറഞ്ഞിട്ടുള്ള റേഷ്യോയിലാണ്. ഓൺ 1st April 2023 they admit Maria as a new partner. അതായത് April 1, 2023 April 1 അവർ മരിയ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരാളെ ന്യൂ പാർട്ട്ണറായിട്ട് അഡ്മിറ്റ് ചെയ്യാണ്. On that day, there was a balance of 80,000 in general reserve, a debit balance, and a debit balance of 40,000 in profit and loss account of the firm. അപ്പോൾ ഇങ്ങനെ പുതുതായിട്ടൊരാൾ വരുന്ന സമയത്ത് നമ്മുടെ ഫേമിൽ ജനറൽ റിസർവ് ആയിട്ടൊരു 80,000ഉം പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഡെബിറ്റ് ബാലൻസ് ആയിട്ടൊരു 40,000 ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഇൻഫർമേഷനൊക്കെ വെച്ചിട്ട് നമ്മളോട് പറയുകയാണ് പാസ് നെസസറി ജേണൽ എൻട്രീസ് റിഗാർഡിംഗ് ദ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ദീസ് ഐറ്റംസ് ഓൺ ദ അഡ്മിഷൻ ഓഫ് മരിയ. മരിയയുടെ അഡ്മിഷൻ ഡേയുമായി ബന്ധപ്പെട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുക. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജനറൽ റിസർവ് റിലേറ്റ് ചെയ്തായിട്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഡെബിറ്റ് ബാലൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ജേണൽ എൻട്രി എഴുതാനാണ് പറയുന്നത്. സിമ്പിളായിട്ട് നമുക്ക് എഴുതാവുന്ന ജേണൽ എൻട്രി ഉള്ളൂ. ആകെ 2 എൻട്രി എഴുതാനേ ഉള്ളൂ. എന്താണ്? ഒന്ന് ജനറൽ റിസർവ്. ജനറൽ റിസർവ് എന്ന് പറയുമ്പോൾ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പം ആര്യയുടെയും സൂര്യയുടെയും ക്യാപിറ്റൽ കൂടുകയാണ് ചെയ്യുക. അപ്പോൾ അത് കൂടുമ്പോൾ എന്ത് ചെയ്യും? അവരുടെ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യണം. എത്ര എമൗണ്ട്? 80,000 ആണ്. അത് അവരുടെ റേഷ്യോ ആയിട്ടുള്ള 4:1 എന്ത് ചെയ്യുന്നു? വീതം വയ്ക്കുന്നു. സിമ്പിൾ. അപ്പോൾ എങ്ങനെ വരും? ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ 80,000 ടു ആര്യാസ് ക്യാപിറ്റൽ അക്കൗണ്ട് എത്ര വരും? ദാറ്റ് ഈസ് 64. കാരണം 80,000 ഇൻറ്റു 4/5 ചെയ്യണം. അപ്പോഴാണ് ഈ ഒരു എമൗണ്ട് കിട്ടുക. ദാറ്റ് ഈസ് 64,000. ആൻഡ് ടു സൂര്യസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ എത്ര വരും? ദാറ്റ് ഈസ് 16,000. എങ്ങനെയാണ് കിട്ടുന്നത്? 16,000 80,000 ഇൻറ്റു 1/5. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ ചെയ്യുമ്പോഴാണ് ജനറൽ റിസർവ് വീതം വയ്ക്കുന്നത്. ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ആര്യാസ് ക്യാപിറ്റൽ ടു സൂര്യാസ് ക്യാപിറ്റൽ. ഇതാണ് ജേണൽ എൻട്രി. എമൗണ്ട് വരുന്നത് 80,000, 64,000, 16,000. റെഡിയല്ലേ മക്കളെ? ഓക്കെ, സെറ്റ്. അടുത്ത ജേണൽ എൻട്രി എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഡെബിറ്റ് ബാലൻസിന് നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ലോസ് ആണല്ലേ. അപ്പോൾ ആര്യയുടെയും സൂര്യയുടെയും ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ആകുമ്പോഴേ അല്ലെങ്കിൽ പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ പോസിറ്റീവായിട്ടൊരു കാര്യം വരുമ്പോഴേ നമ്മൾ അതിന് എന്ത് ചെയ്യുള്ളൂ? ക്രെഡിറ്റ് ചെയ്യുള്ളൂ. ഇവിടെ എന്താണ്? ലോസാണ്. അക്യുമുലേറ്റഡ് ലോസിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് നടക്കുന്നത്. അപ്പോൾ ആര്യാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, സൂര്യാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് വരിക. അതും അവരുടെ റേഷ്യോ ആയിട്ടുള്ള 4:3 തന്നെ വേണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. എമൗണ്ട് വന്നിട്ട് 40,000 ആണ് ഡെബിറ്റ് ബാലൻസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സോ 40,000 ഇൻറ്റു 4/5 32,000ഉം 40,000 ഇൻറ്റു 1/5 8,000ഉം ആണ് വരിക എമൗണ്ട് ആയിട്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പലപ്പോഴായിട്ട് ചോദിച്ച് കണ്ടിട്ടുമുണ്ട്. ജനറൽ റിസർവ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ അക്യുമുലേറ്റഡ് ലോസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ക്ലിയർ അല്ലേ മക്കളെ? നന്നായിട്ട് മനസ്സിലാക്കുക, നന്നായിട്ട് പഠിക്കുക. റെഡിയല്ലേ? ഇനി ഈ ഒരു സെഷൻ, അതായത് 3 മാർക്കിൻ്റെ സെഷനിലെ അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. റൈറ്റ് എനി 3 ഡിഫറൻസസ് ബിറ്റ്വീൻ ഗെയിനിങ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിങ് റേഷ്യോ. ഗെയിനിങ് റേഷ്യോയും സാക്രിഫൈസിങ് റേഷ്യോയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. നമുക്ക് എഴുതാമല്ലോ. വളരെ ഈസി ആയിട്ട് തന്നെ എഴുതാൻ പറ്റുന്ന കാര്യമാണ്. എന്തൊക്കെയാണ്? ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഒരു ഫേമിലെ ഒരു പാർട്ട്ണറിൻ്റെ റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ ഡെത്ത് നടക്കുന്ന സമയത്താണ് ഗെയിനിങ് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ സാക്രിഫൈസിങ് റേഷ്യോ എപ്പോഴാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. പുതുതായിട്ടൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്താണ് സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ മീനിങ് നോക്കുകയാണെങ്കിലോ, മീനിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ
ഗെയിനിങ് റേഷ്യോൻ്റെ മീനിങ് ദ റേഷ്യോ ഇൻ വിച്ച് ദ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഡിസൈഡ് ടു അക്വയർ ദ ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ് ഷെയർ ഈസ് കോൾഡ് ഗെയിനിങ് റേഷ്യോ. അതായത് പുറത്തു പോകുന്ന ആളുടെ റേഷ്യോയിൽ ഇനി വെച്ചിട്ട് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഏത് രീതിയിലാണ് അത് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഗെയിനിങ് റേഷ്യോനെ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് ഈ പുറത്തു പോകുന്ന ഔട്ട് ഗോയിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള ആളുടെ ഷെയറിൽ നിന്ന് എങ്ങനെയാണ് അവരുടെ വിഹിതം അക്വയർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഗെയിനിങ് റേഷ്യോ. അവർക്ക് അവിടെ നേട്ടമാണുള്ളത്. എന്നാൽ സാക്രിഫൈസിങ് റേഷ്യോയുടെ മീനിങ് നോക്കുകയാണെങ്കിൽ ദ റേഷ്യോ ഇൻ വിച്ച് ദ ഓൾഡ് പാർട്ട്ണർ സാക്രിഫൈസ് ദെയർ റേഷ്യോ ഓഫ് പ്രോഫിറ്റ് ഇൻ ഫേവർ ഓഫ് ദ ന്യൂ പാർട്ട്ണർ. പുതുതായിട്ട് വരുന്ന ആൾക്ക് വേണ്ടിയിട്ട് എത്ര ഭാഗമാണ് ഇവർ വേണ്ട എന്ന് വെക്കുന്നത് അല്ലെങ്കിൽ ഇവർ സാക്രിഫൈസ് ചെയ്യുന്നത്, അതാണ് എന്ത് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. പിന്നെ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കുന്നതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടു ഡിറ്റർമൈൻ ദ എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ ടു ബി പെയ്ഡ് ബൈ ഈച്ച് ഓഫ് ദ കണ്ടിന്യൂയിങ് പാർട്ട്ണർ ടു ദ ഔട്ട് ഗോയിങ് പാർട്ട്ണർ ഇൻ ദ ഫോം ഓഫ് ഗുഡ് വിൽ. സാക്രിഫൈസിങ് റേഷ്യോയുടെ ഒബ്ജക്റ്റീവ് എന്താണ്? ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ടു ഡിറ്റർമൈൻ ദ എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ ടു ബി പെയ്ഡ് ബൈ ദ ഇൻകമിങ് പാർട്ട്ണർ ടു ദ സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ഇൻ ദ ഫോം ഓഫ് ഗുഡ് വിൽ. ഇതിന് രണ്ടിനും ഓരോ ഇക്വേഷനാണ്, സിമ്പിൾ ഇക്വേഷനാണ്. നോക്കുകയാണെങ്കിൽ നമ്മൾ ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ ന്യൂ ഷെയർ മൈനസ് ഓൾഡ് ഷെയർ ആണ്. എന്നാൽ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ ആണ്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു നിങ്ങൾക്ക് 3 മാർക്കിന് ക്രിസ്മസ് എക്സാമിന് +2 അക്കൗണ്ടൻസിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇനി വരാൻ പോകുന്ന മോഡൽ മാനുവലൊക്കെ നമുക്ക് തകർത്ത് എഴുതണം. ഏകദേശം ഇതേപോലെയൊക്കെ തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, സോ നന്നായിട്ട് പഠിച്ചോളൂ, കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക. താങ്ക് യു.